നമസ്കാരം, BCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കടങ്ങോട് മണ്ടംപറമ്പ് പ്രദേശത്തെ ഫാമിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. ഏകദേശം 300ഓളം പന്നികളെ ദയാവധത്തിന് ഇരയാക്കാൻ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമായി. കഴിഞ്ഞ വർഷവും ഇതേ പ്രദേശങ്ങളിൽ പന്നിപ്പനി ബാധിക്കുകയും 1500-ലധികം പന്നികളെ ദയാവധം ചെയ്യുകയും ചെയ്തിരുന്നു. രോഗവ്യാപനം തടയാനുള്ള നടപടികൾ ശക്തമാക്കിയതായി അധികൃതർ അറിയിച്ചു. 20 ഗ്രാം ബ്രൗൺ ഷുഗറുമായി ആസാം സ്വദേശിയായ നസറുൽ ഹുസൈൻ വടക്കാഞ്ചേരിയിൽ എക്സൈസ് പിടിയിലായി. ഓട്ടുപാറയിൽ വെച്ച് നടത്തിയ റെയ്ഡിലാണ് 50,000 രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി ഇയാൾ അറസ്റ്റിലായത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ തന എന്നറിയപ്പെടുന്ന ഈ മയക്കുമരുന്ന് ചെറിയ പ്ലാസ്റ്റിക് ഡപ്പികളിലാക്കി യുവാക്കളെ ലക്ഷ്യമിട്ടാണ് വിതരണം ചെയ്തിരുന്നത്. വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജീൻ സൈമൺ അടക്കമുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഷൊർണൂർ നഗരസഭയിൽ കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ CPM വിമത സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് പി നിർമ്മലയുടെ നിലപാട് നിർണായകമായി. തനിക്ക് ചെയർപേഴ്സൺ സ്ഥാനം നൽകിയാൽ CPM-നൊപ്പം ചേരാമെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ നിർമ്മല പരസ്യമായി പ്രഖ്യാപിച്ചു. BJPയും കോൺഗ്രസും വിമതയെ പിന്തുണച്ചാൽ CPM-ന് ഭരണം നഷ്ടമാകും. അടുത്ത ഞായറാഴ്ചയാണ് തെരഞ്ഞെടുപ്പ്. അധ്യക്ഷ സ്ഥാനം എന്ന ആവശ്യത്തിന് കുറഞ്ഞതൊന്നും നിർമ്മല മുന്നോട്ട് വയ്ക്കുന്നില്ല. തൃശൂർ ജില്ലയിലെ കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ആസ്ഥാന മന്ദിരമായ VCV ടവറിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. 22,000 ചതുരശ്ര അടിയിലാണ് VCV ടവർ. കേരള വിഷൻ ഡിജിറ്റൽ TVയുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സിഗ്നൽ വിതരണ സംവിധാനമാണ് തൃശൂർ കേരള വിഷൻ. മന്ത്രിമാരായ K രാജൻ, R ബിന്ദു എന്നിവർ വിവിധ ഭാഗങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. CPM ജില്ലാ സെക്രട്ടറി, DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി.